സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24-നോട്. ഉപഭോഗം വർദ്ധിക്കുന്നതിനാൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ KSEBക്ക് സാധിക്കുന്നുണ്ട്. രാത്രി 9 മുതൽ രാവിലെ 11 വരെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചാൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാമെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുതി ആവശ്യകത കുതിച്ചു വരുമ്പോൾ ഉയർന്ന സമ്മർദ്ദം താങ്ങാനാവാതെ ചില പ്രസരണ ലൈനുകൾ ഡ്രിപ്പാകുന്നുണ്ട്. അതായത് നമ്മൾ പവർ കട്ടല്ല, ഡ്രിപ്പാകും ഓവർലോഡ് വരുമ്പോൾ. ഇത്തരം സാഹചര്യങ്ങൾ പരമാവധി 10 മിനിറ്റ് 20 മിനിറ്റിന് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ KSEBക്ക് കഴിയുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളായി KSEBകൾ ഏർപ്പെട്ടിരുന്ന സാപ്പ് കരാറുകളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഇതുവരെ ഏകദേശം 400 മെഗാവാട്ടിൻ്റെ കുറവ് വൈദ്യുതി ലഭ്യതയിൽ ഉണ്ടായിട്ടുണ്ട്. സാപ്പിൻ്റെ കരാർ കഴിഞ്ഞു. രാത്രി 9 മുതൽ 11 മണി വരെ ഇഞ്ചക്ഷൻ കുക്കറുകളുടെയും വൈദ്യുതി വാഹനങ്ങൾ ചാർജിങ്ങും മറ്റും പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാവുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗത്തിലും ചെറിയ തോതിലുള്ള നിയന്ത്രണം സ്വയം പാലിച്ചാൽ നമുക്ക് ഈ പ്രതിസന്ധി വളരെ സുഗമമായി തരണം ചെയ്യാൻ സാധിക്കും. സംസ്ഥാനത്ത് ഇന്നലെ മൊത്തം വൈദ്യുതി ഉപയോഗം 116.48 ദശലക്ഷം യൂണിറ്റാണ്. 5654 മെഗാവാട്ടാണ് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത. അലക്സ മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത്. വിവരങ്ങളുമായി അലക്സ, വൈദ്യുതി ഉൽപാദനം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക നമ്മുടെ മുന്നിലുണ്ട്. മഴ മാറി നിൽക്കുന്നു, കനത്ത വെയിലാണ്. വൈദ്യുതി ഉപയോഗം ആകട്ടെ അത് വലിയ റെക്കോർഡ് ഉയർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലും പവർ കട്ട് ഉണ്ടാകില്ല എന്ന് തീർത്ത് പറയുകയാണോ വൈദ്യുതി മന്ത്രി? സംസ്ഥാനത്ത് ഈ കഠിനമായ ചൂട് തുടരുന്ന പശ്ചാത്തലത്തിൽ തന്നെ വിവിധയിടങ്ങൾ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലേക്ക് കൂടുതലായി പവർ കട്ടുകൾ, അത് അപ്രഖ്യാപിത പവർ കട്ടെന്നോ പ്രഖ്യാപിത പവർ കട്ടെന്നൊക്കെ പറയാം, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. 10 മിനിറ്റും 15 മിനിറ്റും വീതം വൈദ്യുത നിയന്ത്രണം പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രി പൂർണ്ണമായി തള്ളുകയാണ്. അങ്ങനെ പവർ കട്ടൊന്നും ഇല്ല എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. നിലവിൽ പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടില്ല KSEB എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു കാര്യങ്ങളെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം ഈ പീക്ക് സമയത്ത് വൈദ്യുതി ആവശ്യകത അത് ഏറ്റവും ഉയർന്ന നിലയിലാണ്. നിലവിലെ ഈ വൈദ്യുതി തടസ്സം നേരിടുന്നത് ഈ പ്രസരണ വിതരണ ശൃംഖലയിൽ ഓവർലോഡായി വരുമ്പോൾ ഡ്രിപ്പായി അതിൽ തടസ്സം നേരിടുന്നതാണ്. അത് KSEB ഉദ്യോഗസ്ഥർ ആ വൈദ്യുതി തടസ്സം നീക്കുകയും ചെയ്യുന്നുണ്ട്. ആ സാങ്കേതികമായ തടസ്സം നീക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. അത്തരത്തിൽ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് മന്ത്രി വിശദീകരിക്കുന്നു. പക്ഷേ ഈ വൈദ്യുതി ഉപയോഗം ഇങ്ങനെ കൂടുതലായി തുടർന്നാൽ അത് പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് അദ്ദേഹം പറയുന്നു. രാത്രി 9 മണി മുതൽ രാവിലെ 11 മണി വരെയുള്ള സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ, ഓരോരുത്തരും സ്വയം നിയന്ത്രണം കൊണ്ടുവന്നാൽ ഈ വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട KSEB ഡാമുകളിൽ ഏതാണ്ട് 32% ജലമാണ് സംഭരണശേഷിയിൽ, അതായത് വൈദ്യുതി ഉൽപാദനത്തിലുള്ള ജലം അവശേഷിക്കുന്നത്. അത് തന്നെ ഏതാണ്ട് 1350 മെഗാവാട്ട്, 1350 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ജലം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് ജൂൺ ആദ്യവാരത്തോടുകൂടി പൂർണ്ണമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ജലം കഴിയുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷ വയ്ക്കുന്നത് വേനൽമഴയിലാണ്. ശരി, ഏതായാലും വേനൽമഴയിലാണ് അലക്സ് പ്രതീക്ഷയുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നമുക്ക് പറയാം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പവർ കട്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. ഇടയ്ക്ക് 10-15 മിനിറ്റ് കറണ്ട് പോകുന്നത് അത് ഓവർലോഡ് ആകുമ്പോൾ സംഭവിക്കുന്നതാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ആ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ KSEBക്ക് കഴിയുന്നുണ്ട് എന്നും വൈദ്യുതി മന്ത്രി പറയുന്നു. അലക്സ മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.